L3 അഥവാ അസ്രായേൽ. ലൂസിഫറും എമ്പുരാനും കഴിഞ്ഞ് വരാനിരിക്കുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ മൂന്നാം ഭാഗമാണ് അസ്രായേൽ. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ നിലവിൽ ഈ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എമ്പുരാൻ പ്രതീക്ഷിച്ച പോലെ ആളുകൾക്ക് കണക്റ്റ് ആവാതിരുന്നതോടെ ഇനി മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനു പുറമെ ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഇമ്മീഡിയറ്റ് ലൈനപ്പൊക്കെ നോക്കിയപ്പോൾ ഫ്യൂച്ചറിൽ L3 സംഭവിക്കാനുള്ള സ്കോപ്പ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ആകാനോ വൈകാനോ സാധ്യതയുണ്ടെന്ന് നേരത്തെ അപ്ഡേറ്റ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. L3 അഥവാ അസ്രായേൽ ഡ്രോപ്പ് ആയിട്ടില്ല. അതിപ്പോൾ പടത്തിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, എമ്പുരാനിൽ ഓഡിയൻസിന് തോന്നിയ മിസ്റ്റേക്കുകളെല്ലാം അടുത്ത ഭാഗത്തിൽ തിരുത്തുമെന്ന് L3 ടീം ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. അതായത് അസ്രായേൽ ഒരു പാതി വഴി പദ്ധതിയായി അവസാനിക്കില്ല എന്ന് കൺഫേം ആണ്. പടം സംഭവിക്കും. അടുത്ത അപ്ഡേറ്റ് അസ്രായേൽ അനൗൺസ്മെൻറ്റ്. L3 പ്രോജക്റ്റിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വൈകുന്നതിനുള്ള പ്രധാന കാരണം പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ്. സ്ക്രിപ്റ്റിലെ വലിയ പ്ലാനിങ്ങും കാസ്റ്റിംഗ് ഡേറ്റുകളും പ്രോജക്റ്റിൻ്റെ സ്കെയിലും എല്ലാം പെർഫെക്റ്റ് ആവുന്നൊരു ടൈമിൽ അസ്രായേലിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. അതുമാത്രമല്ല, ഇതൊരു സാധാരണ മൂന്നാം ഭാഗമല്ലല്ലോ, ലൂസിഫർ യൂണിവേഴ്സിൻ്റെ ഫൈനൽ ബ്ലാസ്റ്റ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സമയത്ത് അത് ഇറക്കി വിട്ടാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കിയാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ അസ്രായേലിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. സൂര്യ TJ ജ്ഞാനവേൽ പടം. JBMന് ശേഷം വീണ്ടും സൂര്യൻ TJ ജ്ഞാനവേലും ഒന്നിക്കാൻ പോകുവാണ്. JBM ഒക്കെ പോലെ ഇതൊരു സാധാരണ പടമായിരിക്കില്ല. ഈ സിനിമ ഒരു വലിയ പീരിയോഡിക് പ്രോജക്റ്റാണ്. 65-ലെ സോഷ്യലിസവും പൊളിറ്റിക്സും ഒക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ സംഭവം. പിന്നെ ഇത് TJ ജ്ഞാനവേലിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഒരുപാട് പണിയെടുക്കേണ്ട പടമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കില്ല. സൂര്യയുടെ തന്നെ പ്രൊഡക്ഷനായിട്ടുള്ള 2D എൻ്റർടൈൻമെൻറ്റും മറ്റൊരു വലിയ പ്രൊഡക്ഷനും ചേർന്നാണ് ഈ പ്രോജക്റ്റ് നിർമ്മിക്കാൻ പോകുന്നത്. അടുത്തതും ഒരു സൂര്യ പടമാണ്. ഇത് സൂര്യ 48 അല്ലെങ്കിൽ 49 ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. RDXൻ്റെ ഡയറക്ടറായിട്ടുള്ള നഹാസ് സൂര്യ നായകനാക്കി ഒരു പടം ചെയ്യാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ വന്നൊരു അപ്ഡേറ്റ് ആണ്, നമ്മൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. നഹാസിൻ്റെ ഡയറക്ഷനിൽ സൂര്യയുടെ ലീഡിൽ ഒരു പടം സംഭവിക്കും. ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ പടമായിരിക്കും, തമിഴ് പടമായിരിക്കും. ഇപ്പോൾ നഹാസ് ഡയറക്റ്റ് ചെയ്യുന്ന DQൻ്റെ I Am ഗെയിമിൽ വർക്ക് ചെയ്യുന്ന സെയിം ടീം തന്നെയാണ് ഈ പടത്തിലും വർക്ക് ചെയ്യാൻ പോകുന്നത്. സൂര്യയുടെ തന്നെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള 2D എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഈ പ്രോജക്റ്റും നിർമ്മിക്കാൻ പോകുന്നത്. എന്തായാലും പ്രോജക്റ്റ് കൺഫേം ആണേ. ഈ സൂര്യയുടെ കാര്യം എടുത്താൽ ഭയങ്കര കഷ്ടമല്ലേ. പുള്ളി അവിടെ ഇവിടെയൊക്കെ പോയി കുറേ കഥയൊക്കെ കേട്ട് പണം ലോക്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ എന്ന് സംഭവിക്കുമെന്നോ എപ്പോൾ സംഭവിക്കുമെന്നോ പുള്ളിക്ക് പോലും അറിയത്തില്ല. എന്തായാലും നെക്സ്റ്റ് സൂര്യ 47. ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ പ്രോജക്റ്റാണ് സൂര്യ 47. ഒരു മാഡ് വേൾഡിൽ നടക്കുന്ന ഒരു ആക്ഷൻ കോമഡി പടമാണ് ഈ പടം. പടത്തിൽ സൂര്യ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് എത്താൻ പോകുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് നെസ്ലിനും ഈ പടത്തിൽ ഒരു പ്രധാന ലീഡിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. അതിലാദ്യത്തെ അപ്ഡേറ്റ് പടത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഭാഗത്ത് നിന്നാണ്. മാസങ്ങൾക്ക് മുമ്പേ വന്നൊരു അപ്ഡേറ്റാണിത്. വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. സൂര്യ 47 സിനിമയുടെ ടൈറ്റിൽ ഗലാട്ട എന്നായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനെപ്പറ്റി വേറൊരു അപ്ഡേറ്റും എത്തിയിട്ടില്ല. എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ അപ്പോൾ അറിയിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ആണ്. സൂര്യ 47 ജിത്തു മാധവൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഫാഫയുടെ ആവേശം സിനിമയുടെ അതേ വേൾഡിൽ നിന്നുള്ള ഒരു പടമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് സൂര്യ 47ഉം ആവേശവും തമ്മിൽ കണക്റ്റായി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. നിലവിൽ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഓൾറെഡി ഫാഫ ഈ പടത്തിൽ ക്യാമിയോയിലുണ്ടെന്ന് നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നു. ഇനി അത് രംഗണ്ണനായിട്ടാണോ അതോ മറ്റേതെങ്കിലും ക്യാരക്ടറായിട്ടാണോ എന്നറിഞ്ഞാൽ മതി. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോയ്ക്ക് ഇത്രയും ഡിലേ വരാനുള്ള കാരണം എനിക്ക് പനിയൊക്കെ പിടിച്ച് ആകെ വയ്യാണ്ടിരിക്കുവാണ്. ഇപ്പോഴും ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു പഴയ സ്റ്റൈലൊക്കെ പോയി. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോഴും എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് ശബ്ദമൊക്കെ പോയി. എന്തോ ഒരു അലറിയിട്ടാണെന്നറിയാം ഇത്രയും സെറ്റായിട്ട് വരുന്നത്. എന്തായാലും അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ ഡിലേ വന്നത്. എന്തായാലും പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നല്ല രീതിക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.